ഒട്ടും കയ്പില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2 വലിയ പാവയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പാവയ്ക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കാണിക്കുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുരുവെല്ലാം ഇതുപോലെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ പാവയ്ക്കയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ശകലം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ശകലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണയിലോട്ടോ വെളിച്ചെണ്ണയിലോട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണെങ്കിൽ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കൈപ്പൊട്ടും അറിയത്തുമില്ല. കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.